ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു വീടിൻ്റെ പ്ലാനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും 400 സ്ക്വയർ ഫീറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 400 സ്ക്വയർ ഫീറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പലരും ചിന്തിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 2 ബെഡ്റൂം, സിറ്റ് ഔട്ട്, ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ, ടോയ്ലറ്റ്, കിച്ചൺ, ഇത്രയും ഫെസിലിറ്റീസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ പ്ലോട്ട് കയ്യിലുള്ളവർക്ക്, അതായത് ഭൂമി കുറച്ചേ ഉള്ളൂ എന്നുള്ളവർക്കും അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ വേണം വീട് നിർമ്മിക്കാൻ എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പ്ലാനാണ് കേട്ടോ ഇത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് വരുന്നത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് എൻട്രി വരുന്നത് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ഡോറ്. ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ സെറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർസ് കൊടുക്കാം. പിന്നീട് കിച്ചണിലേക്കുള്ള ഡോർ ഇതാ ഇവിടെ കൊടുത്തു. പിന്നെ ഈ ഒരു വീട് നമ്മൾ മാക്സിമം എല്ലാ സ്പേസും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് സ്റ്റെയർ അപ്പാണ് ഇവിടെ വരുന്നത്. സ്റ്റെയർ കയറി ഇതിൻ്റെ ലാൻഡിങ്ങിന് താഴെയായിട്ട് നമുക്ക് ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇതൊരു കോമൺ ടോയ്ലറ്റാണ്. പിന്നീട് ഇവിടെ ബെഡ്റൂമിൻ്റെ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് കൂടുതൽ സൈസ് വരുന്ന ബെഡ്റൂം, ഇത് കുറച്ച് സൈസ് കുറവായിട്ടുള്ള ബെഡ്റൂം. അപ്പോൾ ഓരോ സ്പേസും എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് എന്നുള്ളത് പറയാം. ഇവിടെ ഇതാ ഓരോന്നിൻ്റെയും ഏരിയ കാണിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട് 40 സ്ക്വയർ ഫീറ്റ്, ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ 148 സ്ക്വയർ ഫീറ്റ്. ഈ ഒരു സ്റ്റെയർ കേസും കോമൺ ടോയ്ലറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത ഏരിയ ആണ് കേട്ടോ 148. കിച്ചൺ 42 സ്ക്വയർ ഫീറ്റ്. ബെഡ്റൂം 70 ആണ് ഈ ഒരു ബെഡ്റൂം സ്ക്വയർ ഫീറ്റ് വരുന്നത്. ബെഡ്റൂം 2 വരുന്നത് 100 സ്ക്വയർ ഫീറ്റ്. കിച്ചണിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് കളയാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും പലരും. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു വീടിന് സ്ക്വയർ ഫീറ്റ് അഥവാ ഏരിയ കുറവായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും നല്ല കുറവായിട്ടൊന്നല്ല ഏരിയ വരുന്നത്. 42 സ്ക്വയർ ഫീറ്റിൽ ഒരു അടിപൊളിയായിട്ടുള്ള കിച്ചൺ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറും സ്റ്റെപ്സും ഇതാ ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയ ലാൻഡിങ്ങിന് താഴെയായിട്ട് സ്റ്റെയർ അപ്പ് ഇവിടെ വരുമ്പോൾ ലാൻഡിങ്ങിന് താഴെയായിട്ട് നമ്മൾ കോമൺ ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമുക്ക് യൂസ്ഫുൾ ആകും. ഇതാ ഡോർ ഇവിടെയാണ് വരുന്നത്. ഇനി വിൻഡോസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. വിൻഡോ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിൽ 2 സൈഡിൽ ഈ സൈഡിലും വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ ഇതാ ഇവിടെയും വിൻഡോ കൊടുത്തു. ടോയ്ലറ്റിന് വെൻറ്റിലേറ്റർ പ്രൊവൈഡ് ചെയ്തു. ബെഡ്റൂമിൽ ഈ ഒരു സ്മോൾ ബെഡ്റൂമിന് 2 വിൻഡോസ് ഈ 2 സൈഡിലായിട്ട് കൊടുക്കുക. ഈ ഒരു ബെഡ്റൂമിന് ഇതാ ഇവിടെയും 2 സൈഡിലായിട്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു പ്ലാൻ അനുസരിച്ച് വീട് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാനുള്ള കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയ്ക്ക് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് പെർ സ്ക്വയർ ഫീറ്റിന് 1500 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 6 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. സോ ഒരു സ്മാർട്ട് പ്ലാൻ ഹൗസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ബഡ്ജറ്റ് ഹോം പ്ലാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ഒരു പ്ലാന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും.